അപ്പോൾ ഒരു സിസ്റ്റം പ്രവർത്തിക്കുന്നില്ല. ചുരം സംബന്ധിച്ച അതിപ്രധാനമായ സമയത്ത് ഒരു സിസ്റ്റം പ്രവർത്തിക്കുന്നില്ല. ഇന്നലെ രാത്രി കടന്നുപോയ രണ്ട് ആംബുലൻസ് ആണ് ആ സമയത്ത് ഞാൻ കണ്ടത്. 2 ആംബുലൻസ്. ഞാൻ ഇപ്പം ഇങ്ങോട്ട് വരുമ്പോൾ വിപിൻ ജോയ് എന്നാണ് ആ പേര് എന്നാണ് എൻ്റെ ഓർമ്മ. മേപ്പാടി വിംസിൽ നിന്ന് കോഴിക്കോട് മൈത്രയിലേക്ക് മെയിൻ വെയിൻ പൊട്ടി ഞങ്ങൾ രാവിലെ എയർ ആംബുലൻസിൻ്റെ സൗകര്യം നോക്കി കിട്ടാതെ വന്നപ്പോൾ അവസാനം താമരശ്ശേരി DYSPയോട് അടിയന്തര പോലീസ് ക്രമീകരണം ഏർപ്പെടുത്തിയ ആ കുട്ടിയുടെ ICU ആംബുലൻസ് ഇപ്പോൾ പുറപ്പെട്ടു. എത്ര രോഗികൾ കോഴിക്കോടേക്ക് യാത്ര ചെയ്യാണ്. അവിടെ ടെർഷറി മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പരിമിതികൾ നല്ലപോലെ അനുഭവപ്പെടുന്നൊരു സ്ഥലമാണ്. കോഴിക്കോടേക്കാണ് യാത്ര ചെയ്യുന്നത്. കുരുക്കിൽപ്പെടുകയാണ്. എത്ര ആളുകൾ ചുരത്തിൽ മരിച്ചു. ഇത്രയും ഗുരുതരമായ സാഹചര്യം ഉണ്ടായിട്ടും ഇതിൽ താൽക്കാലിക സംവിധാനം ഏർപ്പെടുത്തുന്നതിൽ വരെ ഗുരുതരമായിട്ടുള്ള പാളിച്ചയുണ്ടായി. ഇപ്പം ഞങ്ങളുടെ ഡിമാൻഡ് പെർമനന്റ് സംവിധാനം രൂപീകരിക്കണം. സ്ഥിരം സംവിധാനം ചുരം സുരക്ഷിതത്വത്തിന് വേണ്ടി, സംരക്ഷണത്തിന്, ഗതാഗത സംരക്ഷണത്തിന് വേണ്ടി. മറ്റൊന്ന്, പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡ് അത് അടിയന്തരമായി യാഥാർത്ഥ്യമാക്കാനുള്ള നടപടി ഉണ്ടാവണം. 1994 ലീഡർ ശ്രീ K. കരുണാകരൻ മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണ്, പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ച പദ്ധതിയാണ്. കാലാകാലമായി വയനാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡ്, വയനാട് മാത്രമല്ല നമ്മുടെ വടക്കൻ മലബാറിൻ്റെ വടകര, പേരാമ്പ്ര ഉൾപ്പെടെയുള്ള നമ്മുടെ വടകര ഉൾപ്പെടെയുള്ള മേഖലകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡാണ് ബദൽ പാതയാണ്. ചുരം ആവശ്യമില്ല, ഒരു ഹെയർപിൻ ബെൻഡിൻ്റെ ആവശ്യമില്ല, വലിയ മലകൾ ഇടിക്കേണ്ടതില്ല. ഇപ്പോൾ സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്നത് അന്തിമ DPR ഒരു ചെറിയ തുരങ്കത്തോടു കൂടിയാണ്. ഏതായാലും ശരി, ഈ പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡ് യാഥാർത്ഥ്യമാക്കണം. മറ്റൊന്ന്, മലാപ്പറമ്പ് മുതൽ മുത്തങ്ങ വരെയുള്ളതായിരിക്കുന്ന പുതിയ നാഷണൽ ഹൈവേ 766ൻ്റെ റീച്ച്, ആ റീച്ച് ചിപ്പിലിത്തോട്, മരുതിലാവ്, തളിപ്പുഴ വഴിയാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ഇടപെടൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കൽപ്പറ്റയിൽ മീറ്റിംഗ് നടത്തി കേന്ദ്രമന്ത്രിമാരെ കണ്ട് തുടർ ഫോളോ അപ്പുകൾ ഞങ്ങൾ എല്ലാവരും നടത്തി. അതിൻ്റെ ഭാഗമായി ഏറ്റവും അവസാനം പ്രിയങ്ക ഗാന്ധിയുടെ ദിശ മീറ്റിംഗിന് ശേഷം നടന്ന നാഷണൽ ഹൈവേയുടെ പ്രത്യേക യോഗം ഉൾപ്പെടെ അതിനൊക്കെ തുടർന്ന് DPR തയ്യാറാക്കാനുള്ള തീരുമാനമെടുത്ത് അതിൻ്റെ ടെൻഡർ നടപടിയിലേക്ക് ഇപ്പോൾ എത്തി. അത് വേഗത്തിലാക്കാനുള്ള നടപടി സ്വീകരിക്കണം. മറ്റൊന്ന്, കുറ്റ്യാടി ചുരം. ആ കുറ്റ്യാടി ചുരം ആവശ്യത്തിന് വീതിയില്ലാത്തതായിട്ടുള്ള പല മേഖലകളും അടിയന്തരമായി കുറ്റ്യാടി ചുരം പരിപൂർണമായി ബദൽ റോഡായി ഏറ്റവും പ്രധാനപ്പെട്ട പാതയായി വികസിപ്പിക്കാനുള്ള നടപടി ഉണ്ടാവണം. മറ്റൊരു കാര്യം, 4-ാം വളവിൽ നിന്ന് തുടങ്ങി അടിവാരത്തേക്കുള്ളതായിരിക്കുന്ന ഒരു ചെറിയ ഇൻ്ററിം ബദൽ റോഡുണ്ട്. ചെറിയ റോഡാണ്, 1 വേ ആണ്, ചെറിയ റോഡാണ്. ഒരു ചെറിയ അക്വിസിഷൻ നടത്തി ഒരു ഫണ്ട് വെച്ചാൽ അതൊരു നല്ല 4-ാം വളവ്, അടിവാരം മുതൽ 4-ാം വളവ് വരെയുള്ള നല്ല ബൈപ്പാസായി അത് ക്രമീകരിക്കാൻ പറ്റും. അങ്ങനെ തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത്. മൾട്ടി ആക്സിൽ വാഹനങ്ങളും
വലിയ ഭാരം കയറ്റിയ നിർമ്മാണ സാമഗ്രികൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങളും. ഞങ്ങൾ ചോദിക്കുന്നു, ഇവർക്കൊന്നൊരു സാമാന്യമായ ബുദ്ധിയില്ലേ? ഒരു ഫെസ്റ്റിവൽ സീസൺ വരുമ്പോൾ, വെക്കേഷൻ വരുമ്പോൾ, ഓണം, വിഷു, ന്യൂ ഇയർ, ക്രിസ്മസ്, പെരുന്നാൾ, പൂജ അവധികൾ, ദസറ, അങ്ങനെ തുടങ്ങിയതായിരിക്കുന്ന സമയങ്ങളിൽ, ശനി ഞായർ ദിവസങ്ങളിൽ ഈ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണം എന്നുള്ളത് എല്ലാ സമയത്തും തീരുമാനമെടുക്കും. ഞങ്ങൾ ചോദിക്കുന്നു, ഇത് ഇംപ്ലിമെന്റ് ചെയ്യുക, ഒരു സുരക്ഷിതത്വത്തിൻ്റെ യാത്രാമാർഗത്തിൻ്റെ പെർമനന്റ് കലണ്ടർ ഉണ്ടാക്കണം. ആ കലണ്ടർ ഉണ്ടാക്കാൻ എന്താ അവർക്ക് ബുദ്ധിമുട്ട്? ഓരോ സമയത്തും ഇതിൻ്റെ പിറകെ ജനങ്ങൾ നടക്കുകയല്ലേ?